ആരെയും കളിക്കണേ കുട്ടിയുണ്ട എല്ലാരും ഭംഗിയുണ്ട് വീഡിയോയിൽ ഭംഗിയുണ്ട് സെറ്റാണ് കേട്ടോ അനിയത്തിൻ്റെ ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പോൾ ഇവനിട്ട ഈ പൂക്കളം എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി പൂക്കളം ഇടാൻ വേണമെന്നുണ്ടെങ്കിൽ ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എന്താ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ല എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എമി മോളുടെ ഓണത്തിന്റെ ഫോട്ടോഷൂട്ടിങ്ങും 4th മന്തിന്റെ ഫോട്ടോഷൂട്ടിങ്ങും ഒരേ ദിവസമായിട്ടാണ് വരുന്നത്. അല്ല 4th മന്ത് ഒരേ ദിവസമാണ്. അപ്പോൾ രണ്ടും കൊണ്ട് ഞങ്ങൾ എടുക്കാൻ പോയത്. അപ്പോൾ പൂക്കളൊക്കെ വാങ്ങിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ ഇനി അത് ഇടണം. അപ്പൊ അതിന്റെ ഫോട്ടോഷൂട്ടിങ്ങും കാര്യങ്ങളായിട്ടായിരുന്നു. അപ്പൊ മോളെ ഞാൻ ഒരുക്കി സെറ്റാക്കിയിട്ട് അവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഉടുപ്പൊക്കെ എടുത്തിട്ടുണ്ട്. ഓണത്തിന്റെ സ്പെഷ്യലായിട്ട് ഉടുപ്പൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇട്ട് സെറ്റായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ കണ്ണെഴുതാന്നും കാണിച്ചു തന്നിരുന്നില്ല. ആ പിരിക് എഴുതി കവളത്ത് കുത്തിട്ടപ്പോ കുറച്ചെന്നെ അപ്പൊ അത് കൈകൊണ്ട് ഇങ്ങനെ മായച്ച് മുഖത്തൊക്കെ നിറച്ചായി. അപ്പൊ അതൊക്കെ തുടച്ച് കളഞ്ഞ് രണ്ടാമത് ഇട്ട് കൊടുത്ത്. അപ്പൊ അതിന്റെ ബഹളായിരുന്നു അവൾക്ക്. മുഖമൊക്കെ പിടിക്കുമ്പോൾ ഭ്രാന്തുടിക്കും അവൾക്ക്. അപ്പൊ അവൾക്ക് അതൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് അവൾക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവളോട് കളിയും ചിരിക്കായിട്ട് കളിച്ചോണ്ടിരിക്കും. അപ്പൊ എടുത്തിട്ടില്ല. എടുത്താ പിന്നെ കെടുത്തി കഴിഞ്ഞാൽ കരച്ചിലാവും. അതുകൊണ്ട് എടുത്തൊന്നുമില്ല. അപ്പൊ ഇന്നത്തെ അടിപൊളി ഫോട്ടോഷൂട്ടിങ് കാര്യങ്ങളൊക്കെ ഇതാ പിന്നാലെ വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും കാണാൻ മറക്കരുതിട്ട് എല്ലാവരും കണ്ടോട്ടാ. നമ്മള് ഫോട്ടോഷൂട്ടിങ്ങിന്റെ പ്രിപ്പറേഷൻ്റെ ഒന്നുറക്കായിരിക്കും കേട്ടോ. ഒന്ന് കാണിച്ചു തരാം. ഒന്നും ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഒന്നും ശരിയൊന്നും ഉണ്ടാവില്ല ഫോട്ടോ എടുക്കുന്നത്. നല്ല ഓണമെന്റ് ഓണമെന്റ് സുന്ദരിക്കുട്ടി എവിടെയാണ്? ഇതൊക്കെ സുന്ദരിക്കുട്ടി എവിടെയാണ്? മൂത്തരണി ചുന്ദരിക്കുട്ടി എവിടെ? ചുന്ദരിക്കുട്ടി കമരാനിങ്ങനെ നോക്കണം കേട്ടാ. കമരാൻ നോക്കാം. ഓ ചുന്ദരിക്കുട്ടിക്ക് ഉറക്കം വരുന്നുണ്ട്. കൊച്ചേരം ഒങ്ങിക്കൂടെ? ഒക്കെ തെറ്റേ ഒക്കെ തെറ്റേ. അപ്പൊ ആള് ഒന്ന് പൂച്ചിറക്കം ഉറങ്ങിയതായിരുന്നു. ഒന്ന് ഉറക്കി കെട്ടിട്ട് പോയത്. ഒന്ന് പൂച്ചിറക്കിയിരുന്നു കേട്ടാ. അപ്പൊ അവിടെ അപ്പൊ മക്കള് നമ്മളെ പൂക്കളം ഇടല് ഏകദേശം ഇങ്ങനെ സെറ്റായിട്ടുണ്ട്. അവിടെ അനിയത്തി ഒക്കെ പൊട്ടിച്ച് സെറ്റാക്കി കേട്ടാ. പൊട്ടിക്ക മീൻസ് കട്ട് ചെയ്യാം. കഴിഞ്ഞ് കളഞ്ഞ് 4th മന്ത് എഴുതാനും കൂടി ഉള്ളൂ. ഉണ്ണിനെ കൊടുന്നിട്ടില്ല. ഉണ്ണിനെ ഉറക്കി കെടുത്തിട്ട് വന്നേക്കാം. അപ്പൊ നമ്മളെ പൂക്കളം ഇട്ട ആളിതാ ഇരിക്കുന്നു ഗൈസ്. തല കുറച്ച് മാറ്റിക്കറിയിച്ചേ. അപ്പൊ ഇവനിട്ട ഈ പൂക്കളം എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി പൂക്കളം ഇടാൻ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആശാന്റെ നമ്പർ ഒന്ന് കൊടുക്കാം. ഈ റീംസിന്റെ പെടുണ്ട് ഇടക്കിട്ടാ. ആശാന്റെ നമ്പർ കൊടുക്കട്ടാ. കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ഇട്ടോ. ഈ പൂക്കളം ഇട്ട ആളെ നമ്പർ വേണമെന്ന് കമന്റ് ഇട്ടോ. നമ്പർ തരുന്നതാണ്. അല്ല റമീസേ, എൻ്റെ മാമാടെ മോനാട്ടത്. അപ്പോൾ ഞങ്ങൾ ഏകദേശമൊക്കെ സെറ്റാക്കിയിട്ട് ഇനി ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം 4th മന്ത് എഴുതിയിട്ട് ഉണ്ണിനെ കൊണ്ടു കെടുത്തി സെറ്റാക്കാൻ. ഉണ്ണി എണിച്ചിട്ടുണ്ട്. അപ്പം എങ്ങനെ അടിപൊളിയായില്ലേ? ഇതിൽ നടുവിലൊരു പൂവുണ്ട്. പൂക്കളിട്ട് ഫുള്ള് അവനാട്ടോ. ഉള്ള പറയാലോ അവനിട്ടുള്ള കേട്ടോ. പൊട്ടിച്ചത് മൊത്തം അനിയത്തിയാണ്. അത് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ തന്നെ കളം വരച്ചതൊക്കെ അവൻ തന്നെയാണ്. മാഷാത് അടിപൊളിയുണ്ടല്ലൊക്കെ സെറ്റായിട്ടുണ്ട്. അടുത്ത നമ്മൾ ഓണപ്പരിപാടിക്ക് നമുക്ക് റമീസ് പൂക്കളിടുന്നതാണ്. അപ്പൊ അടിപൊളിയാക്കിണ്ട്. ഇനി ഇതെന്തിനുള്ള അടി? ഇതെന്തിനുള്ളതാ? എവിടെ ഇതാണ്? ക്ലീൻ ആക്കണോ? ക്ലീൻ ആക്കണ്ടേ? അല്ലേ ഞാനാക്കണ വെച്ചതാ. അപ്പൊ ഒക്കെ സെറ്റായിട്ടുണ്ട് കേട്ടാ. ഇവിടെ എൻ്റെ അനിയത്തിയും എൻ്റെ കസിൻ ബ്രദർ
കസിൻ ബ്രദറും കൂടിയിട്ട് ഇതാ അനിയത്തി ഇവിടെ പൂക്കളൊക്കെ ഇരുന്നിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കസിൻ ബ്രദർ പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മുഖം കണ്ടിട്ടാ അപ്പോൾ അവർക്ക് കുഴപ്പമൊന്നുമില്ല. എൻ്റെ അനിയത്തിനെ കാണിക്കുന്നത് പ്രത്യേകിച്ച് പറഞ്ഞാലും കാണിക്കണില്ല. അപ്പോൾ ഇതാ അവൾക്ക് അവളെ ഫോട്ടോഷൂട്ടിങ്ങിനുള്ള ചെറിയ പൂക്കളോട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്യാൻ ഇരുന്നിട്ടില്ല. ഉണ്ണിനെ നോക്കാൻ ആരില്ലല്ലോ, ഇത് കാരണം ഞാനിരുന്നില്ല. ഇരിക്കണോ അപ്പം ഹെൽപ്പ് ചെയ്യണം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്യാതിരിക്കാം, പാവങ്ങളല്ലേ, ഒന്ന് ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് പൂക്കളിടുന്നു കേട്ടോ. ചെറിയ ആർട്ടിസ്റ്റും കൂടിയാണ് അവനത് കാരണം കൊണ്ട്. അപ്പം ഞങ്ങൾ അവനെ തന്നെ പൂക്കളിടാനും വരക്കാനൊക്കെ ആയിട്ട് അവനെ സെറ്റാക്കിട്ടാ. ചെറിയൊരു കലൊക്കെ ഉണ്ട് അവനിക്ക്. ഇപ്പോൾ വല്ലാണ്ട് എന്നെ പുറത്തൊക്കെ ഇറക്കണില്ല. ഫേമസ് ആവും ചേച്ചി പറഞ്ഞ പുറത്തൊക്കെ ഇറക്കാത്ത അല്ല റമീസ്. അപ്പോൾ അവനിങ്ങനെ സെറ്റ് ചെയ്തോണ്ടിരിക്കട്ടോ. എന്തായാലും അടിപൊളിയൊക്കെ ആവുന്നുണ്ട്. ഇനി ബാക്കി ഇങ്ങൾക്ക് ഇതൊക്കെ സെറ്റ് ചെയ്ത് കാണിച്ചു കേട്ടോ. കുറച്ച് പൂക്കളങ്ങ് വാങ്ങിച്ചോളൂ, ചെറിയ ഫോട്ടോഷൂട്ടിങ് അല്ല ഉണ്ണിയുടേതല്ലേ, അപ്പം അതിൻ്റെ ചെറിയ പൂക്കളെ വാങ്ങിച്ചു കേട്ടോ. അപ്പം ഈ അവളുടെ പൂക്കൾ അപ്പോൾ ഇന്ന് പോയിട്ട് തന്നെ പൂക്കളെ വാങ്ങിച്ചു കൊടുക്കുന്നതും ഉണ്ണിക്കുള്ള ഉടുപ്പൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതൊക്കെ ഇന്ന് തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്താ ആ ഡ്രസ്സിലാണ് അവളെ 4th month എടുക്കണേ. അപ്പോൾ ബാക്കി നമുക്ക് ഇങ്ങനെ കാണാം കേട്ടോ. നല്ല കളിയിലാട്ടാ, നല്ല കളിയിലാണ്. പുതിയ ഉടുപ്പൊക്കെ ഇട്ടിട്ട് കിടന്നിട്ട് നല്ല കളിയിലാണ്. ഉടുപ്പൊക്കെ ഞാത്തിട്ടേ എല്ലാവരും കാണട്ടെ. പുതിയ ഉടുപ്പൊക്കെ ഇട്ടിട്ട് കിടക്കുന്നു സുന്ദരി കുട്ടി. ചുന്തിരിയായിട്ടല്ലോ. എവിടക്ക പോണേ? ഡ്രസ്സൊന്നും കളിക്കല്ലേ, വായ കൊണ്ടാവാനുള്ള തയ്യാറെടുപ്പ്. അങ്ങോട്ട് നോക്കേ ചാക്കൊരു കുറ്റി ഇങ്ങോട്ട് നോക്കേ. എവിടക്ക പോണ്? പുതിയ ഉടുപ്പൊക്കെ ഇട്ടിട്ട് എവിടെ പോവാണ്? ടാറ്റ പോവാ? പുതിയ ഹെയർ ബാൻഡൊക്കെ ഇട്ട് പുതിയ ഉടുപ്പൊക്കെ ഇട്ടിട്ട് എവിടക്ക പോണ്? കാലൊക്കെ പോന്ന് ചച്ചേ. ആൾക്ക് കുപ്പായ ഇട്ടത് വലിയ ഇഷ്ടമായിട്ടില്ല, ഉടുപ്പിട്ടത്. ഓൾറെഡി ഉടുപ്പിടാൻ തീരെ ഇഷ്ടമല്ല, ഉടുപ്പിട്ട ഭയങ്കര യുദ്ധമാണ്. അപ്പോൾ അത് ഇഷ്ടമായിട്ടില്ല. അപ്പോൾ അവൾക്ക് ഇത് മാറ്റിയിട്ടാലേ സമാധാനം കിട്ടുള്ളൂ. ഉറക്കവും വരുന്നുണ്ട്. ഒന്നും ഉറക്കി കെടുത്തിയായിരുന്നു. അപ്പോൾ പൂച്ചോളൊക്കെ ഉറങ്ങിയിട്ടവൾ എനിക്ക് ആരാ ഇത്? നമുക്ക് ഫോട്ടോ എടുക്കണ്ടേ? നമുക്ക് ഫോട്ടോ എടുക്കണ്ടേ? ചിച്ചെടുക്കണം കേട്ടോ. ഫോട്ടോ എടുക്കുമ്പോൾ ചിച്ചെടുക്കണ ചിരിയൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾക്ക് ചുമയുണ്ട്, ചുമയും ജലദോഷമുണ്ട്. ഇത് കാരണം വലിയ ഉഷാറില്ല. അപ്പോൾ ബാക്കി നമുക്ക് വഴി കാണാം കേട്ടോ. അപ്പോൾ അത് നമ്മളെ 4th month ഫോട്ടോ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കട്ടോ. ഒക്കെ സെറ്റായിട്ടുണ്ട്. ഇങ്ങനെ വെച്ചിട്ടേ ആരെയും കിടക്കണേ കുട്ടി ഉണ്ടാ എല്ലാവരും ഭംഗിയുണ്ട്, വീഡിയോയിൽ ഭംഗിയുണ്ട്. സെറ്റാണ് കേട്ടോ. അനിയത്തിൻ്റെ ഫോട്ടോ എടുക്കുന്നുണ്ട്. കസിന അവിടെ കിളിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒക്കെ സെറ്റായിട്ട് ഇരിക്കട്ടാ. ആരപ്പിത്? അടിപൊളിയായിട്ട് ഫോട്ടോ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നു. കസിനാണ്ട് ഫോട്ടോ എടുക്കണത്. എങ്ങനെയുണ്ട് 4th month? ഇതൊക്കെ അടിപൊളിയിലൊക്കെ കിളിക്കിട്ടാണ് ഞങ്ങൾ എടുക്കേണ്ടത്. അല്ലാതെ എടുക്കൂല തീരെ. ഇത് കാരണം ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ട് ഞങ്ങൾ ഫോട്ടോ ഷൂട്ടിങ് വന്നിരിക്കണം. സുന്ദരിക്കുട്ടി ഉടുപ്പൊക്കെ ഇട്ട് സുന്ദരി അതാ ഒക്കെ പൊന്തിക്കണ്. ചിരിച്ചിട്ടെല്ലാം കിട്ടിണ്ടാ? ചിരിച്ചിട്ടെല്ലാം കിട്ടിണ്ടോ?
ഒക്കെ പൊക്കി കാണിക്കുന്നുണ്ട്. ഞങ്ങക്ക് ചിരിക്കണെങ്കിൽ പൈസ ഇട്ടില്ല, ചിരിക്കുള്ള ചിരിക്കൂല. ഭയങ്കര വെയിറ്റ് ചെയ്യിക്കണ ചിരിക്കാനിപ്പോ. കൊറച്ചേരം കിടന്ന് കളിച്ചായിരുന്നു, കിടന്ന് മതിയായിക്കും ഞങ്ങൾക്ക്. അപ്പൊ ബാക്കിയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ ഉണ്ണിയുടെ ഫോട്ടോ ഷൂട്ടിങ് അതെല്ലാവരും കണ്ടില്ലേ, എങ്ങനെ ഉണ്ട്, അടിപൊളിയില്ലായിരുന്നു. അപ്പൊ ഉണ്ണി കരച്ചിലൊക്കെ ആയിട്ട് ഉറങ്ങി, അവൾക്ക് കിടന്ന് ഭ്രാന്ത് പിടിച്ചേക്കണം. അത് കഴിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വീണ്ടും കെടുത്തിയത്. പിന്നെ ഉടുപ്പ് അവൾക്ക് പറ്റിയിട്ടില്ല, ഉടുപ്പ് ഓൾറെഡി ഉടുപ്പൊന്നും ഇഷ്ടമല്ല. അപ്പൊ കുറച്ചേരം അത് ഇട്ട് നിന്നപ്പോൾ അവൾക്ക് ഭ്രാന്ത് പിടിച്ചിറങ്ങിയിരിക്കണം. അപ്പൊ അത് കാരണം കുറച്ചേരം കരച്ചിലും കുടിച്ചിലൊക്കെ ആയിരുന്നിട്ടാ. അപ്പൊ നിങ്ങളെല്ലാരും വിചാരിക്കും കുട്ടീനെ അങ്ങനെ കരയിപ്പിച്ചിട്ട് എന്തിനാ വീഡിയോസൊക്കെ എടുക്കണം വിചാരിക്കും. അപ്പൊ കുട്ടീനെ കരയിപ്പിച്ചെടുത്തത് അങ്ങനെ ഇതാക്കി എടുത്ത് ബുദ്ധിമുട്ടിച്ചെടുക്കണമെന്നില്ല കേട്ടാ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മളെ കാലത്തില്ല ഇങ്ങനത്തെ ഫോട്ടോഷൂട്ടിങ് കാര്യങ്ങളൊന്നും. അപ്പൊ അവരുടെ കാലത്തൊക്കെ ട്രെൻഡിങ് ആയോണ്ടിരിക്കണം ഇങ്ങനത്തെ ഫോട്ടോഷൂട്ടിങ് ഒക്കെ. അപ്പൊ അതൊക്കെ കാണുമ്പോ നമുക്കൊരു ആഗ്രഹം എന്താ, നമ്മളെ മക്കളെ ഫോട്ടോഷൂട്ടിങ് ഇങ്ങനെ എടുക്കാനൊക്കെ ആയിട്ട്. ഇനി എന്റെ ആഗ്രഹം ഞാൻ പറഞ്ഞേട്ടാ, എനിക്കും ഭയങ്കര ആഗ്രഹം ഇങ്ങനെ ഫോട്ടോഷൂട്ടിങ് എടുക്കാനൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെ എടുത്താണിട്ടത്. അപ്പൊ നമ്മളെ കാലത്ത് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഫോട്ടോഷൂട്ടിങ് കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമുക്കൊരു ഓർമ്മകളൊന്നുമില്ല എന്താ അങ്ങനെ കാണാനൊക്കെ ആയിട്ട്. നമ്മളെ സാധാ ബർത്ത്ഡേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ മാത്രം ആൽബത്തിൽ ഉള്ളത്, അങ്ങനത്തെ മാത്രമേ ഉള്ളൂ. ഇപ്പത്തെ ട്രെൻഡിങ് ആകുമ്പോൾ എടുത്ത് വെച്ച് നമ്മളെ മക്കൾ കുറച്ച് വലുതായി കഴിഞ്ഞാൽ കാണിച്ചു കൊടുക്കാം, അങ്ങനെ ഫോട്ടോസാണ് ഇതൊക്കെ, ഞങ്ങൾ ഇതൊക്കെ എടുത്ത് വെച്ചേക്കണെന്നൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇൻഷാ അല്ലാ അതൊക്കെ വെച്ചിട്ട് ആൽബം ഉണ്ടാക്കണം എന്നുണ്ട്. ഇൻഷാ അല്ലാ അതിനൊരു ആൽബം ഉണ്ടാക്കണം. അതൊക്കെ വഴി ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടാ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, ഞങ്ങളെ കൂടെ തന്നെ വേണട്ടോ എല്ലാവരും. അപ്പം എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവരും കാണണം. പിന്നെ അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് ഞങ്ങൾ പിന്നാലെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇനി അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരേ ദിവസം വിടാണ്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നേക്കും ബൈ.